വേനലെത്തും മുമ്പേ വെള്ളത്തിനായി വലയുന്ന ഒരു നാടുണ്ട് കൊല്ലത്ത്. ഇവിടെ വ്യത്യസ്ത കാഴ്ചകളുമുണ്ട്. വെള്ളം വരേണ്ട കനാൽ കാട് മൂടിയിരിക്കുന്നു. കനാൽ കാടായതോടെ വെള്ളത്തിനു പകരം മൃഗങ്ങളായി കനാൽ വഴി വരുന്നത്. ആ കാഴ്ച കണ്ട അരുൺ രാജ് കൊല്ലം പോരുവഴിയിൽ നിന്ന് അതേക്കുറിച്ച് പറയുന്നു. ചൂട് കൂടിയതോടെ വലിയ കുടിവെള്ളക്ഷാമമാണ് പോരുവഴിയുടെ പല ഭാഗത്തും നേരിടുന്നത്. അതോടൊപ്പം തന്നെ കർഷകർ കൃഷിയൊക്കെ ഇറക്കിയതിന് ശേഷം അവർ വെള്ളത്തിന് വേണ്ടി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യം. അതിനൊക്കെ പരിഹാരമായിട്ടാണ് ഈ കനാൽ, ഈ ഏകദേശം പോരുവഴി ഗ്രാമപഞ്ചായത്തിലെ 6ഓളം വരുന്ന വാർഡുകളിലൂടെ കടന്നു പോകുന്ന ഒരു കനാലാണിത്. കനാൽ വഴിയുള്ള ജലവിധാനമാണ് വേനൽക്കാലത്തടക്കം കേരളത്തിന് ആശ്വാസം. കൃഷിക്ക് മുതൽ നമ്മുടെ കിണറുകൾ വരെ ജലലഭ്യത ഉറപ്പുവരുത്തുവാൻ വേണ്ടിയാണ് വർഷങ്ങൾക്ക് മുമ്പ് കനാലുകൾ നിർമ്മിച്ചത്. എന്നാൽ ഇന്ന് കനാലുകൾ അതിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിലാണ് മിക്കയിടത്തും. ഒരു കാലത്ത് നാടിൻ്റെ ആശ്വാസമായിരുന്ന കനാലുകൾ ഇന്ന് നാടിൻ്റെ ഭീതിയുടെ ഇടങ്ങളാണ്. കോഴി, പട്ടി, പൂച്ച, ചേര, പാമ്പ് ഇതിനെ അവർ കൊല്ലുന്നെടുത്ത് കനാലിലോട്ട് അങ്ങിടും. ഇതെല്ലാം ഒഴുകി വന്നിട്ട് ഈ ഭാഗത്തങ്ങ് കിടക്കുക. കാരണം ആ കൊള്ളി കൂടെ പോകാനും പറ്റത്തില്ല. അപ്പം അതിൻ്റെ പേര് ഇവിടെ അങ്ങ് അടിയുക. ഞങ്ങൾക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ വെള്ളം കുടിക്കാനൊക്കാത്ത കാട് മൂടിയ കനാലുകൾ വഴി ഇന്ന് നാട്ടിലേക്ക് എത്തുന്നത് കാട്ടുപന്നിയും വന്യമൃഗങ്ങളും. കനാലിലെ കാട് കയറി കൊടുങ്കാടായിട്ട് പന്നിയും പാമ്പും പെറ്റുപെരി കിടക്കുകയാണ്. തദ്ദേശവാസികളായ ഞങ്ങൾക്ക് സന്ധ്യ കഴിഞ്ഞ ശേഷം ഇറങ്ങി നടക്കാൻ പോലും ഭയമാണ്. ബന്ധപ്പെട്ട അധികാരികൾ ഇവിടെ നോക്കുകുത്തികളായി മാറുന്ന ഒരവസ്ഥയാണ് കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഞങ്ങൾ ഈ ആളുകൾ ഇവിടെ കാണുന്നത്. ആരോട് എന്ത് ചെയ്യണം, എന്ത് പറയണമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കൊല്ലം പോരുവഴി ഗ്രാമപഞ്ചായത്തിലെ 6 വാർഡുകളിലെ കനാലുകളിലൂടെ ജലമെത്തിയിട്ട് 6 വർഷം പിന്നിട്ടു. കൃഷിഭൂമികൾ വറ്റി വരണ്ടു. ഏക ആശ്രയം എന്ന് പറയുന്നത് ഈ കനാലായിരുന്നു, KAP കനാൽ. അത് 5 വർഷമായിട്ട് ഇതുവഴി വെള്ളത്തിൻ്റെ ലഭ്യത ഒട്ടും തന്നെ ഇല്ല. അതുപോലെ കുടിവെള്ളത്തിന് പൈപ്പ് ലൈൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ പൈപ്പ് ലൈൻ വഴി വെള്ളം കിട്ടുന്നതേ ഇല്ല. അതൊരു ഭാഗം. അതുപോലെ കൃഷി എല്ലാം ഈ വരൾച്ച കാരണം നശിച്ചു പോവുകയാണ്. പലയിടങ്ങളിലും മാലിന്യ നിക്ഷേപവും വ്യാപകമാണ്. ഇതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് വേറെ. പരാതിയുമായി ഓഫീസുകൾ കയറിയിറങ്ങിയ ഒരു ജനപ്രതിനിധി ഇന്ന് സമരത്തിന്റെ പാതയിലാണ്. അപ്പോൾ ഞങ്ങൾ വാർഡ് മെമ്പർ അല്ലെങ്കിൽ ജനപ്രതിനിധികളെ സംബന്ധിച്ച് നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയാത്ത സാഹചര്യം. ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഞങ്ങൾ ഈ ഓഫീസുകളുടെ തിണ്ണകൾ കയറി ഇറങ്ങി അവരോട് റിക്വസ്റ്റ് ചെയ്യുക എന്നല്ലാതെ ഞങ്ങൾ ഒന്നും കഴിയാത്ത സാഹചര്യമാണ്. ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം ഈ കനാൽ വെള്ളം പ്രതീക്ഷിച്ചാണ് അവർ കൃഷി ഇറക്കുന്നത്. അതോടൊപ്പം തന്നെ പോരുവഴിയിലെ 2ഓളം വരുന്ന കുടിവെള്ള പദ്ധതികൾ പ്രവർത്തിക്കുന്നതും ഈ കനാൽ വെള്ളത്തെ ആശ്രയിച്ചാണ്. അപ്പോൾ ഈ 2 കുടിവെള്ള പദ്ധതി നിലവിൽ നിലച്ചിരിക്കുകയാണ്. 1000ഓളം വീടുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ ഒരു മാസക്കാലമായിട്ട് നിലച്ചിരിക്കുന്നത്. ഒരു വെള്ളം പോലും അവിടെ നിന്ന് അടിക്കാൻ പറ്റാത്ത സാഹചര്യം. അതോടൊപ്പം തന്നെ കനാലിൽ 4 വർഷമായിട്ട് വെള്ളം കിട്ടാത്തതുകൊണ്ട് കർഷകർ കൃഷി ഉപേക്ഷിച്ച് പോവുകയാണ് പോരുവഴിയിൽ. കനാൽ വൃത്തിയാക്കുന്നതിന് ഫണ്ടില്ലെന്നും അതിനാലാണ് വെള്ളം ഒഴുക്കിവിടാൻ കഴിയാത്തതെന്നുമാണ് ഉദ്യോഗസ്ഥരുടെ മറുപടി. ഒരു നാടിൻ്റെ ദുരിതക്കാഴ്ചയാണ് ഈ കണ്ടത്. ഇതിൽ ഇനി ഇടപെടേണ്ടത് അധികാരികളാണ്. ആ ഇടപെടൽ അനിവാര്യതയും അത്യാവശ്യവുമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. കനാൽ ഉപയോഗശൂന്യമായി 6 വർഷമായിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ആർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം? ഈ വിഷയത്തിൽ പ്രദേശവാസികൾക്കും ചിലത് പറയാനുണ്ട്. അത് കാണാം. ഒരു 5 വർഷം കൊണ്ട് കനാലിൽ വെള്ളം വരുന്നതേ ഇല്ല. ഞങ്ങൾക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ ഈ കനാൽ വൃത്തിയാക്കുന്നതും ഇല്ല. ഉള്ള അഴുക്കുകൾ മൊത്തം കെട്ടിക്കിടന്ന് ഞങ്ങൾക്ക് ഈ പരിസരത്തുള്ളവർക്ക് താമസിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാകുന്നുണ്ട്. അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് വെള്ളം വേണം. സമീപപ്രദേശത്തെ എല്ലാ ആൾക്കാരും ഈ ഉണക്കകാലത്ത് നിൽക്കുന്നത് ഈ കനാലിൽ വെള്ളം വരുമ്പോൾ അന്നെങ്കിൽ മാത്രമേ നമ്മുടെ കിണറുകളിലും ഒക്കെ വെള്ളം കിട്ടത്തുള്ളൂ. പലപ്പോൾ നമ്മുടെ കൃഷി ചെയ്യുന്നതിനും ഈ കനാലിനെ ആശ്രയിച്ചാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ കനാലിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഞങ്ങളുടെ മുന്നിൽ കൂടെ ചാടിയത് പന്നി 3 എണ്ണം. ഞങ്ങളുടെ ചീനി മൊത്തം പോയി. തീർച്ചയായും ഈ കാര്യത്തിൽ, അതായത് ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടല്ലോ. ഈ വിഷയത്തിൽ പോരുവഴി MLA കുന്നത്തൂർ മണ്ഡലമാണെന്ന് തോന്നുന്നു. കോവൂർ കുഞ്ഞുമോനാണ് അവിടുത്തെ MLA എന്നാണ് അറിയുന്നത്. ഏതായാലും അങ്ങനെ ആ മണ്ഡലത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മണ്ഡലത്തിലാണെങ്കിൽ അവിടുത്തെ MLA മാർ ഇക്കാര്യത്തിൽ ജനപ്രതിനിധികളാണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. ആ നാട്ടുകാരുടെ പ്രശ്നം അത് കണ്ടില്ലെന്ന് നടിക്കരുത്. കനാൽ
കാട് മൂടിയിരിക്കുന്നു. പോരുവഴിക്കാരെ പെരുവഴിയിലാക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിനവിടുത്തെ ജനപ്രതിനിധികൾ ഉണർന്ന് പ്രവർത്തിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.